എമ്പുരാൻ വിവാദം ശക്തിപ്പെട്ടപ്പോൾ ലൂസിഫർ ഒന്ന് കണ്ടുകളയാം എന്നൊരു തോന്നൽ ഇപ്പോൾ മനസ്സിൽ ഉദിച്ചിരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ല, കാണേണ്ട കാര്യമില്ല, കാണാത്തത് കൊണ്ടൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നേ വരെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ലൂസിഫർ തരക്കേടില്ലായിരുന്നു, ലൂസിഫർ ആയിരുന്നു ഇതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് കേട്ടപ്പോൾ, പലരും പറഞ്ഞു കേട്ടപ്പോൾ മറുനാടൻ മലയാളി വരെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ലൂസിഫർ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുകളയാം എന്ന് ഒരു തോന്നലുണ്ടായി. ഇനി എമ്പുരാനെ പറ്റി പറയുമ്പോൾ, എമ്പുരാൻ കാണാൻ 2-ാം ദിവസം ടിക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ പോയില്ല. അമേരിക്കയിൽ പോകാത്ത ചുരുക്കം ചിലരിൽ ഒരാളായിരിക്കും. ഈ അമേരിക്കയിലും ഈ H1 വിസയിലൊക്കെ വന്ന പിള്ളേർ കിടന്ന് ബഹളം കൂട്ടുന്നത് കാണുന്നുണ്ട്, ലാലേട്ടൻ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെയുള്ള ഈ പിന്നെ പിന്നെ പഴഞ്ചരക്കുകൾ, നമ്മളെപ്പോലുള്ള പഴഞ്ചരക്കുകൾക്കൊന്നും ലാലേട്ടൻ ഫാൻസ് എന്നല്ല, ഏത് ഫാൻസ് എന്ന് പറഞ്ഞാലും ഒന്നും വിലപ്പോവില്ല. നമ്മളൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്യില്ല, ഇതൊന്നും അത്ര കാര്യമായിട്ട് കണക്കാക്കാറില്ല. എന്തായാലും എമ്പുരാനെ പറ്റിയുള്ള വിവാദങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രീയവും മതവും ഒക്കെ കൂടെ കലർന്നിരിക്കുന്നു. അതിൽ BJP ശക്തമായിട്ട് എതിരഭിപ്രായവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു, ചിലയിടത്തൊക്കെ ബഹിഷ്കരിക്കുന്നു. അപ്പം ഇത് സിനിമയെ കാണണം, ഇതൊന്നും അത്ര കാര്യപ്പെട്ട കാര്യങ്ങളല്ല എന്ന് ഒരു വിഭാഗം പറയുന്നു. അതേസമയം തന്നെ ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന ഈ തീവ്രവാദി വിഭാഗക്കാർ അവരിതിനെ അനുകൂലിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. കാരണം ഗോദ്ര കലാപത്തെ പറ്റിയും ശൂലം കൊണ്ട് ഗർഭിണിയെ കുത്തുന്ന കാര്യവും ഒക്കെ പറയുന്നത് കൊണ്ട് അവർ ഇതിനനുകൂലമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്താണോ, നമുക്ക് ഇതിനെപ്പറ്റി വലിയൊരു വിവരമില്ല. നമ്മൾ ആ നാട്ടുകാരനല്ല, കേരളീയക്കാരനല്ല. നമ്മളിവിടെ അമേരിക്കയിലാണിപ്പോൾ തൽക്കാലം, ട്രംപ് പറഞ്ഞു വിടുന്ന പോലെ. അപ്പോൾ എന്തായാലും ഈ സിനിമ കാണാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത് ഈ തിരക്ക് പിടിച്ച് ഒരുപാട് തിരക്കുള്ള സിനിമ കാണാനായിട്ട് ഇഷ്ടമില്ല. നമ്മൾ പ്രായമായിപ്പോയി. അത് ചെറുപ്പകാലത്തൊക്കെ ആയിരുന്നെങ്കിൽ താല്പര്യമായിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ കാണുന്ന സിനിമ ഉച്ച സമയത്ത്, ആരുമില്ലാത്ത സമയത്ത്, കൂടി വന്നാൽ ഒരാളോ അല്ലെ 2 പേരോ ആയിരിക്കും ആ തിയേറ്ററിൽ ഉണ്ടാവുക. പലപ്പോഴും ഞാൻ മാത്രം. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു സിനിമ കാണാനായിട്ട് പോവുക. അപ്പോൾ തിരക്കിൽ പോകുന്ന ഒരു കാര്യം ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമയും ഹൈപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഫാൻസിൻ്റെ ബഹളം കൊണ്ട് ഒരു സിനിമയും വിജയിക്കാനോ പരാജയപ്പെടാനോ പാടില്ല. ആ ഫാൻസും അവരെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളെയും നമ്മുടെ സിനിമ അവബോധത്തെയും സൃഷ്ടിക്കേണ്ടത്. സിനിമ വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും അവരല്ല. സിനിമ വിജയിക്കണമെങ്കിൽ ആ സിനിമ നല്ലതായിരിക്കണം. നല്ല സിനിമയാണെങ്കിൽ ഈ ഹൈപ്പും ബഹളവും ഒന്നും വേണ്ട, അത് വിജയിച്ചിരിക്കും. അത് എന്താ, പൂവുള്ള പുഷ്പത്തെ തേടി വണ്ട് വന്നിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നല്ല സിനിമകൾ വിജയിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, മാമാട്ടിക്കുട്ടിയമ്മ 40 വർഷം മുമ്പത്തെ കാര്യമാണ്, 40 അതിന് മുമ്പത്തെ കാര്യം. അന്ന് ആദ്യത്തെ 2 ദിവസം തിയേറ്ററിൽ ആരുമില്ലായിരുന്നു. പിന്നെ ഒരു 3-ാമത്തെ 4-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ തിയേറ്റർ അങ്ങ് നിറഞ്ഞു കവിയുകയാണ് ചെയ്തത്, ആഴ്ചകളോളം മാസങ്ങളോളം. ഇങ്ങനെ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിനിമകളും. കാരണം അത് നല്ലതാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് പ്രാധാന്യം കിട്ടും, ജനങ്ങൾ ഇരച്ചു കയറും. അല്ലാതെ ഇതിന് നല്ലതോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ കിടന്ന് ബഹളം വെക്കുന്നതിന് ലാലേട്ടൻ ഫാൻസ് അവർ വേണേൽ പോയി കണ്ടോട്ടെ. അവർ കിടന്ന് ബഹളം വെക്കുന്നതിന് ഇത് എന്തോ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ പോയി കണ്ടു, വളരെ സന്തോഷം, ആരാ കാണരുതെന്ന് ആരെങ്കിലും പറഞ്ഞു? പിന്നെ ഈ പൃഥ്വിരാജോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ മോഹൻലാലോ ഒക്കെ കാശ് മുടക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ സിനിമ നല്ലതല്ലെങ്കിൽ നിങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ്. കാരണം ജനത്തെ ദ്രോഹിച്ചതിന് നിർമ്മാതാവ് കുത്തുപാട് എടുക്കണം. അതാണ് അതിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്നത്. കാരണം ജനത്തെ ദ്രോഹിക്കാനായിട്ടുള്ള ഒരവകാശവും ഒരു സിനിമാ നിർമ്മാതാവിനും ഒരു സിനിമാക്കാരനുമില്ല. സിനിമ എടുത്തു എന്നതുകൊണ്ട് അത് കാണാൻ ജനത്തിൻ്റെ ഒരു ബാധ്യതയുമില്ല. ജനം ബാധ്യസ്ഥരല്ല. എന്ന് മാത്രമല്ല, മോശം സിനിമ എടുത്ത് ജനത്തെ വധിക്കുകയാണെങ്കിൽ ആ നിർമ്മാതാവ് കുത്തുപാട് എടുത്ത് ആ കാവ്യനീതി പൂർണ്ണമാകേണ്ടതുണ്ട്. കാരണം അയാൾ വീണ്ടും ഇതുപോലുള്ള ദ്രോഹം ചെയ്യാൻ പാടില്ല. കാരണം ഈയിടയ്ക്ക് ഇറങ്ങുന്ന സിനിമകളൊക്കെ കണ്ട് വാസ്തവം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മനസ്സ് മടുത്തു പോവുകയാണ്. നമ്മുടെ മനസ്സുകൂടെ ചീത്തയാവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് കണ്ട ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ ചാക്കോച്ചൻ നല്ലൊരു അഭിനേതാവായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു, വളർന്നിരിക്കുന്നു, നന്നായിരിക്കുന്നു. വളരെ നല്ല അഭിനയം, വളരെ മെച്ചൂറും വളരെ പക്വതയും പാകതയുമുള്ള ആ കഥാപാത്രത്തിനൊത്ത അഭിനയം. പക്ഷേ ആ സിനിമയ്ക്ക് എന്താണ് പ്രസക്തി? ആ സിനിമ കണ്ട ആ വയലൻസ്, അനാവശ്യമായിട്ടുള്ള വയലൻസ്, തുടക്കം മുതൽ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സാണ് ചീത്തയാവുന്നത്. ഈ മാർക്കോ സിനിമ കാണരുതെന്ന് വീട്ടിൽ ആരൊക്കെയോ പറഞ്ഞിരുന്നു. കാരണം അതിൽ തുടക്കം മുതൽ വയലൻസാണ്, യാതൊരു കാര്യമില്ലാത്ത വയലൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൂരമായ സിനിമകൾ എടുത്ത് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും ദ്രോഹിക്കുന്നവരാണ് ഇവരിൽ പലരും. അപ്പോൾ അവർ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് അടിഞ്ഞു പോകേണ്ടത് അത് ഒരാവശ്യം തന്നെയാണ്. അങ്ങനെയുള്ള നിർമ്മാതാക്കൾ
അപ്പോൾ അത് ഹൈപ്പിൻ്റെ പുറത്ത് നമ്മൾ പോയി അവർക്ക് കാശ് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. സിനിമ നല്ലതായിരിക്കണം. നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈയിടയ്ക്ക് ഓസ്കർ കിട്ടിയ അനോറ, ഞാൻ എല്ലാവരോടും പറയുന്നു, പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണണം. ആദ്യ ഭാഗത്ത് കുറേയേറെ സെക്സാണ്, അല്ല സെക്സ് വർക്കേഴ്സിനെ പറ്റിയാണ് ആ സിനിമ. പക്ഷേ ആദ്യ ഭാഗത്ത് കുറേ സെക്സാണ് എന്ന് പറഞ്ഞാലും അതിലൊരു ഒരു ഒരു പിന്നെ മോശമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്കൻ മനസാക്ഷി വെച്ചുകൊണ്ട് വലിയ മോശമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിനുശേഷമുള്ള തമാശകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ തമാശയാണ് മനസ്സിൽ, നമ്മുടെ ചുണ്ടിലൊരു ചിരിയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ കാണും, അതിനർഹിക്കുന്ന അംഗീകാരം കിട്ടും. നല്ലതല്ലെങ്കിൽ അത് പൊളിഞ്ഞ് തകർന്നടിഞ്ഞ് പോകേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. ജനത്തെ ദ്രോഹിച്ചതിന് അവർ പിഴയൊടുക്കണം. അതായത് പിഴയെന്ന് പറഞ്ഞാൽ സാമാന്യ നിലയിൽ നിർമ്മാതാവാണ്. അങ്ങനെയുള്ള വിവരദോഷികളായ നിർമ്മാതാക്കൾ നല്ല കഥയേതെന്നും ഈ നല്ല അതെടുക്കാൻ കഴിവുള്ളവരാരെന്നും നിശ്ചയിക്കാൻ കഴിവില്ലാത്ത നിർമ്മാതാവ് കുത്തുപാള എടുക്കണം. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ജനത്തെ ദ്രോഹിക്കാൻ ആർക്കും ഒരു അവകാശമില്ല, സിനിമാക്കാർക്ക് പ്രത്യേകിച്ച് ഒരു അവകാശമില്ല. അതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. അതുകൊണ്ട് എമ്പുരാൻ ഞാൻ തൽക്കാലം കാണുന്നില്ല. ഇനി അടുത്ത ഭാഗം വരുമ്പോൾ, ഇപ്പം ഞാൻ ലൂസിഫർ കണ്ടുകളയാമെന്ന് വിചാരിക്കുന്ന പോലെ ഇനിയിപ്പോൾ അടുത്ത ഭാഗം വരുമ്പോൾ ചിലപ്പം അന്നത്തെ ഹൈപ്പൊക്കെ വരുമ്പോൾ എന്നാൽ പിന്നെ പഴയതും കൂടി പോയി ഒന്ന് കണ്ടുകളയാമെന്ന് അന്ന് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തൽക്കാലം ഞാൻ ലൂസിഫർ ഒന്ന് കണ്ടുകളയാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു.